ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി വടകരയിൽ ചെമ്മരത്തൂരുള്ള ചാപ്പയിൽ മുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുത്തൻ വീടിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് താമസിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു പുത്തൻ ഒരു വീട്, 2 ബെഡ്റൂം വീടിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം റെഡി ആയിട്ട് ഒരു പെട്ടെന്ന് തന്നെ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട് എന്ന് വെച്ചാൽ വീടുണ്ടാക്കാനൊക്കെ ഒരുപാട് സമയം വരും. അപ്പോൾ അത്രയൊന്നും സമയം കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് കൊടുത്ത് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിട്ട് പോകാം, വീടൊന്ന് കാണാൻ പറ്റും. വരും. ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിന് സിറ്റൗട്ടിലേക്ക് നമുക്ക് നടന്നു പോവാം. സിറ്റൗട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ സിറ്റൗട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സിറ്റൗട്ടൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയൊരു വണ്ടി വർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഇവിടെ വല വെച്ചിരിക്കുന്നത്, നായും പൂച്ചക്കാരനാണ് വല വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ ഡോറാണ്. മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ കട്ടിലൊക്കെ വന്നിട്ട് ഇരുളാണ്. ഡോറ് പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഫ്ലോറിങ് നല്ല വെർട്ടിഫൈഡ് ടൈലാണ്. ഓക്കെ, ഇത് ഇപ്പം ലിവിംഗ് റൂം ആണ്, സെൻട്രലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഏരിയ ആണ്. മുകളിലൊക്കെ നമ്മൾ ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വയറിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള. ഇതിപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഇപ്പൊ ഇതാണ് ഡൈനിങ് ഏരിയ. സ്റ്റെയർകേസ് ഒക്കെ അവിടെയാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഡൈനിങ് ഏരിയ ആണ്. സ്റ്റെയർകേസിന്റെ അടിയിലായിട്ട് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ മുൻപ് പറഞ്ഞത് കട്ടിലൊക്കെ മരം, ഇരുളും, ഡോറൊക്കെ മരം കൊണ്ട് തന്നെ റെഡിമെയ്ഡ് ഡോറാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും മരം കൊണ്ടുള്ള നല്ല ഉറപ്പുള്ള ഡോറാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ബെഡ്റൂമാണ്. ബെഡ്റൂമിന്റെയും സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ജിപ്സം ബോർഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇത് നല്ല ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം നമുക്ക് തുറന്നു നോക്കാം. ബാത്റൂം നല്ല മോഡേൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്ലംബിംഗ് വർക്കുകളും അതേപോലെ തന്നെ ക്ലോസറ്റൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഭംഗിയിൽ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ബെഡ്റൂമും കൂടി നമുക്ക് പോയി നോക്കാം. അപ്പം ഇതും അടുത്തൊരു ബെഡ്റൂമാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ മരത്തിന്റെ പണിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് എല്ലാ റൂമുകളും ഒരു സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെയുള്ള നല്ല ബാത്റൂമും അതേപോലെ തന്നെ ബാത്റൂമിന്റെ വർക്കും നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടൈല് ഫുള്ളായിട്ടില്ല, എന്തായാലും 3/4 ഭാഗത്തോളം ചുമരിന് ടൈല് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പോകാനുള്ളത് പിന്നെ ഇത് സ്റ്റെയർകേസ് ആണ് കേട്ടോ. ഇത് നല്ല സ്മോളായിട്ടുള്ള സ്റ്റെയർകേസ്, ഹാൻഡ് റെയിലൊക്കെ നല്ല സ്റ്റീലിന്റെ ചെയ്ത് നല്ല ഭംഗിയാക്കി, നല്ല ക്വാളിറ്റി വർക്കൊക്കെ നല്ല അടിപൊളി തന്നെ. അടുത്ത നമ്മൾ അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് മരത്തിന്റെ കാര്യങ്ങളൊക്കെ. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ്. നല്ല വലുപ്പമുണ്ട്. അടുക്കള നല്ല വലുപ്പമുള്ള അടുക്കളയാണ്. സ്ലാബ്